ഇന്ന് സെപ്റ്റംബർ 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 17 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ 5th എഡിഷൻ ഓഫ് ദി വേൾഡ് ടേക്ക് കോൺഫറൻസ്. ലോക തേക്ക് സമ്മേളനത്തിന്റെ 5ാം പതിപ്പ്. ഇപ്പോൾ വേൾഡ് തേക്ക് കോൺഫറൻസ് ആരംഭിക്കുകയാണ്. ഇത് ഏത് സ്ഥലത്താണ് 5ാമത്തെ വേൾഡ് തേക്ക് കോൺഫറൻസ് ആരംഭിക്കുന്നത്? ഇന്ത്യ എത്ര പ്രാവശ്യം ഇത്തരത്തിലുള്ള വേൾഡ് തേക്ക് കോൺഫറൻസ് ആദ്യത്തെ വഹിച്ചിട്ടുണ്ട്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തേക്ക് സംരക്ഷണത്തിനും വ്യാപാരത്തിനുമുള്ള ഒരു പ്രമുഖ വേദിയായ വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ 5ാം പതിപ്പ് 2025 സെപ്റ്റംബർ 17 എവിടെയാണ് ആരംഭിക്കുക? കൊച്ചി. ഇപ്പോൾ കൊച്ചിയിലാണ് ഇന്ന് ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 17 5ാമത്തെ വേൾഡ് തേക്ക് കോൺഫറൻസ്. പ്രധാനമായിട്ടും പറയുമ്പോൾ തേക്കിൻ്റെ പ്രൊട്ടക്ഷനും തേക്കിൻ്റെ കൺസർവേഷനും അതുപോലെ തന്നെ ട്രേഡായി ബന്ധപ്പെട്ട ഒന്നാണ്. ഏതാണ്ട് 40 രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് ഇന്നത്തെ ഈ കോൺഫറൻസിൽ, കൊച്ചിയിൽ ആരംഭിക്കുന്ന ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ലോക തേക്ക് കോൺഫറൻസിന് ഇന്ത്യ എത്ര തവണ ആദ്യത്വം വഹിച്ചിട്ടുണ്ട്? 2025 ആദ്യമായി. 5ാമത്തെ വേൾഡ് തേക്ക് കോൺഫറൻസ് ആണ് ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് തേക്ക് കോൺഫറൻസിനെ ആദ്യത്വം വഹിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ടു ലോഞ്ച് ദി സ്വസ്ഥ നാരി സശക്ത പരിവാർ ആൻഡ് 8th രാഷ്ട്രീയ പോഷൻ മാ ക്യാമ്പയിൻ. ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2 ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഒന്ന് സ്വസ്ഥ നാരി സശക്ത പരിവാറും മറ്റൊന്ന് 8ാമത്തെ രാഷ്ട്രീയ പോഷൻ മാ എന്ന ക്യാമ്പയിനും. ഇന്ന് സെപ്റ്റംബർ 17 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്ഥ നാരി സശക്ത പരിവാർ, രാഷ്ട്രീയ പോഷൻ മഹാ ക്യാമ്പയിനുകൾ എന്നിവ എവിടെയാണ് ആരംഭിക്കുന്നത്? മധ്യപ്രദേശ്. ഇതിനു മുമ്പും കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇന്ന് സെപ്റ്റംബർ 17 ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ആ ക്യാമ്പയിൻ. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതേക്കുറിച്ച് ഇന്ന് കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ളത്. മധ്യപ്രദേശിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്വസ്ഥ നാരി സശക്ത പരിവാർ എന്നതും രാഷ്ട്രീയ പോഷൻ മാ ക്യാമ്പയിനും ആരംഭിക്കുന്നത്. എല്ലാ വർഷവും രാഷ്ട്രീയ പോഷൻ മാ എന്ന ക്യാമ്പയിൻ ഇത് സെപ്റ്റംബറിലാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ ഇവർക്കുള്ള സംരക്ഷണം, ഇവർക്കുള്ള ന്യൂട്രീഷൻസ് ബന്ധപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ. ഏത് മേഖലയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി പ്രധാനമന്ത്രി മോദി സുമൻ സഖി ചാറ്റ് ബോക്സ് ആരംഭിക്കുന്നു? മാതൃശിശു ആരോഗ്യം, മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ബന്ധപ്പെട്ട ഒരു ചാറ്റ് ബോക്സ് ആണ് സുമൻ സഖി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സുമൻ സഖി ചാറ്റ് ബോക്സ് ഇന്ന് മധ്യപ്രദേശിൽ ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 17 2022 ഇതേ ദിവസം തന്നെയാണ് ഏതാണ്ട് 8ഓളം ചീറ്റകളെ നമീബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളതും കുനോ നാഷണൽ പാർക്കിൽ റിലീസ് ചെയ്തിട്ടുള്ളതും. ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്ന കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ ചീറ്റകളെ റിലീസ് ചെയ്തിട്ട് ഏതാണ്ട് 20ഓളം ചീറ്റകളെയാണ് പല ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളതും. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ദി US, സൗത്ത് കൊറിയ ആൻഡ് ജപ്പാൻ ഹോൾഡ് എ ട്രിലാറ്ററൽ മിലിറ്ററി എക്സസൈസ്. US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവർ ത്രികക്ഷി സൈനികാഭ്യാസം നടത്തുന്നു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടൊരു കറണ്ട് അഫേഴ്സ് ആണ്. ഇന്നലെ ആരംഭിച്ച ഒരു മിലിറ്ററി എക്സസൈസ് ആണ് 3 രാജ്യങ്ങളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സൗത്ത് കൊറിയ, ജപ്പാൻ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രീഡം എഡ്ജ് 2025 അഭ്യാസത്തിൽ ഏതൊക്കെ 3 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ. ഈ 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന എക്സസൈസിന്റെ പേരാണ് ഫ്രീഡം എഡ്ജ് 2025. ഈ എക്സസൈസ് ആണ് ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സൗത്ത് കൊറിയ, ജപ്പാൻ തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഇതിൽ നേവൽ പ്ലസ് എയർഫോഴ്സ് അടങ്ങുന്ന 2 സർവീസ് ഉൾപ്പെടുന്ന ഒരു എക്സസൈസ് ആണ് ഫ്രീഡം എഡ്ജ് 2025. ദക്ഷിണ കൊറിയയിലെ ഏത് ദ്വീപിലാണ് ഫ്രീഡം എഡ്ജ് 2025 അഭ്യാസം നടത്തുന്നത്? ദക്ഷിണ കൊറിയയുടെ തെക്കൻ ജെജു ഐലൻഡ്. സൗത്ത് കൊറിയയിലുള്ള ജെജു ഐലൻഡിൽ വെച്ചാണ് ഫ്രീഡം എഡ്ജ് 2025 എന്ന എക്സസൈസ്. ഫ്രീഡം എഡ്ജ് എന്ന എക്സസൈസ് 3 രാജ്യങ്ങളാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സൗത്ത് കൊറിയ, ജപ്പാൻ.
ഇത് നടക്കുന്നത് ജെജു ഐലൻഡിലാണ്. ഏത് തരത്തിലുള്ള അഭ്യാസമാണ് ഫ്രീഡം എഡ്ജ് 2025? അഡ്വാൻസ് ത്രിരാഷ്ട്ര വ്യോമ നാവിക അഭ്യാസങ്ങൾ. 3 രാജ്യങ്ങളുടെ 2 ഫോഴ്സ് അടങ്ങുന്ന എക്സസൈസ് ആണ്, എയർ ആൻഡ് നേവൽ എക്സസൈസ് ആണ് ഇത് ഫ്രീഡം എഡ്ജ് 2025 എന്ന് പറയുന്ന എക്സസൈസ്. ഫ്രീഡം എഡ്ജ് 2025 എന്ന സൈനിക അഭ്യാസത്തിനിടെ ഏത് രാജ്യമാണ് ടൈഫോൺ മിസൈൽ സംവിധാനം അനാച്ഛാദനം ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു മിസൈൽ സിസ്റ്റമാണ് ടൈഫോൺ. ഈ ഒരു മിസൈൽ സിസ്റ്റം ജപ്പാനിൽ വെച്ച് അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള ചൈന ഇതിനെ വളരെയധികം വിമർശിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ടൈഫോൺ മിസൈൽ സിസ്റ്റം. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. വേൾഡ് ഓസോൺ ഡേ 2025 സെലിബ്രേറ്റ് 40 ഇയേഴ്സ് ഓഫ് ഗ്ലോബൽ ആക്ഷൻ. ലോക ഓസോൺ ദിനം 2025 ആഗോള പ്രവർത്തനത്തിന്റെ 40 വർഷം ആഘോഷിക്കുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ, ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നതാണ് 2025 വേൾഡ് ഓസോൺ ഡേ. എല്ലാ വർഷവും ലോക ഓസോൺ ദിനം ഏത് രീതിയിലാണ് ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 14 2 ദിവസം മുമ്പായിരുന്നു വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. 40 വർഷമായി വേൾഡ് ഓസോൺ ഡേ ആയി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പല ആക്ഷൻസ്. ഓസോൺ പാളി സംരക്ഷിതനായുള്ള വിയന്ന കൺവെൻഷനും മോൺട്രിയൽ പ്രോട്ടോക്കോളും ഏത് വർഷത്തിലാണ് ആചരിച്ചത്? 1985. ഇപ്പം 1985 ആദ്യമായിട്ട് ഓസോൺ ലെയറിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിയന്ന കൺവെൻഷൻ അതിലെടുത്ത തീരുമാനങ്ങളാണ്. അതായത് ഓസോൺ പാളികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ള വർഷമാണ് 1985 വിയന്ന കൺവെൻഷനിലെ. ആദ്യമായി ലോക ഓസോൺ ദിനം ആചരിച്ചത് ഏത് വർഷത്തിലാണ്? 1994. 1994 ആദ്യമായിട്ട്, അതായത് ഏതാണ്ട് 31 വർഷം മുമ്പാണ് ആദ്യമായിട്ട് വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷം സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിങ്, വേൾഡ് ഫസ്റ്റ് വാക്സിൻ ടു പ്രൊട്ടക്ട് കോലാസ് ഫ്രം ക്ലമീഡിയ. ക്ലമീഡിയയിൽ നിന്ന് കോലകളെ സംരക്ഷിക്കുന്നതിനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ. ഇപ്പം ക്ലമീഡിയ എന്ന് പറയുന്ന രോഗം, ഇത് ബാധിച്ചിട്ടുള്ള കോലാസ് എന്ന് പറയുന്ന മൃഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കോലാസ് എന്ന് പറയുന്ന ഈ മൃഗത്തിനെ ബാധിക്കുന്ന ഈ ക്ലമീഡിയ എന്ന അസുഖം, ഇത് കോലാസിനെ ആദ്യം ബ്ലൈൻഡ് ആക്കുകയും പിന്നീട് അതിൻ്റെ പ്രത്യുൽപാദനം നശിപ്പിക്കുകയും അത് പിന്നെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കോലാസിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയാണ്. കാരണം ഇത്തരത്തിലുള്ള ക്ലമീഡിയ എന്ന് പറയുന്ന ഈ ഒരു രോഗം മൂലം. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്ലമീഡിയ രോഗങ്ങളിൽ നിന്ന് കോലകളെ സംരക്ഷിക്കുന്നതിനുള്ള വാക്സിൻ ഏത് രാജ്യത്താണ് വികസിപ്പിച്ചെടുത്തത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന രാജ്യത്താണ് ക്ലമീഡിയ എന്ന് പറയുന്ന രോഗത്തിനെ കോലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത്. ക്ലമീഡിയ എന്ന രോഗം ഇത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. സെക്ഷൽ ഓർഗാൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ കോലകളെ ബാധിക്കുന്ന ബ്ലൈൻഡ്, പിന്നെ സെക്ഷൽ ഓർഗാൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്ലമീഡിയ എന്ന് പറയുന്ന ഈ രോഗം. ക്ലമീഡിയ രോഗങ്ങളിൽ നിന്ന് കോലകളെ സംരക്ഷിക്കുന്നതിനുള്ള വാക്സിൻ ഓസ്ട്രേലിയയിലെ ഏത് സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത്? യൂണിവേഴ്സിറ്റി ഓഫ് ദി സൺഷൈൻ കോസ്റ്റ്. ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൺഷൈൻ കോസ്റ്റ് ആണ് ക്ലമീഡിയ എന്ന് പറയുന്ന ഈ അസുഖത്തിൽ നിന്ന് കോലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത്. കോലകൾ കൂടുതലും ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതലായിട്ട് കോലകൾ കണ്ടെത്തുന്നതും. എന്നാൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് പറയുന്ന ഈ രോഗവും കൂടാതെ കാലാവസ്ഥ ബന്ധപ്പെട്ട പല കാര്യങ്ങളും മൂലം കോല എന്ന് പറയുന്ന ഈ ഒരു മൃഗം കുറഞ്ഞു വരുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ സമയം കണ്ടെത്താൻ ശ്രമിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.